ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാ? ടോണിയുടെ ചോദ്യം കേട്ടതും എന്തോ ആലോചനയിലാണ്ട് പുറത്തേക്ക് നോക്കിയിരുന്ന ഭദ്ര ഒന്ന് ഞെട്ടിക്കൊണ്ട് മുൻപിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവനെ നോക്കി. ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടാ പോകേണ്ടത്? ടോണി വണ്ടി സൈഡിലേക്ക് ഒതുക്കി അവനെ പകപ്പോടെ നോക്കുന്ന ഭദ്രയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഭദ്ര പെട്ടെന്ന് പുറത്തേക്ക് നോക്കി. ഹരിപ്പാട് എത്തിയെന്ന് അവൾക്ക് മനസ്സിലായി. ഇവിടുന്ന് കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് കുറച്ച് അങ്ങ് പോകണം. ഭദ്ര ഒരു വഴിയിലൂടെ കൈ ചൂണ്ടി അവനോട് പറഞ്ഞു. ടോണി വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. അവൾ പറഞ്ഞ വഴിയെ നീങ്ങി. ഭദ്ര വിൻഡോ ഗ്ലാസ്സിലേക്ക് ചാഞ്ഞു. അവളുടെ മനസ്സിൽ അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെ കാര്യങ്ങളായിരുന്നു നിറഞ്ഞു നിന്നത്. അർജുൻ നാട്ടിലേക്ക് വിടില്ല എന്ന് പറഞ്ഞതും അമ്മയും ലച്ചുവിനെയും പറ്റി മോശം പറഞ്ഞതും അവന് മുൻപിൽ സർവ്വം തകർന്നതുപോലെ പൊട്ടിത്തെറിച്ചതും ബോധം മറിഞ്ഞ് വീണതും എല്ലാം. പിന്നെ അവൾക്ക് ബോധം വന്നപ്പോൾ അവൾക്കായി നൽകിയ താഴത്തെ റൂമിലായിരുന്നു അവൾ. അർജുനെ പിന്നെ കണ്ടില്ല. എന്നാൽ സെർവൻസ് അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഫുഡും മെഡിസിനും അവർ നീട്ടിയപ്പോൾ അവൾ നിഷേധിച്ചപ്പോൾ അർജുൻ സാറിൻ്റെ കർശനമായ നിർദ്ദേശമുണ്ടെന്നും ഭദ്ര ഒന്നും കഴിച്ചില്ലെങ്കിൽ അവർക്കായിരിക്കും വഴക്ക് കേൾക്കുക എന്നും അവർ അപേക്ഷയോടെ പറഞ്ഞതും അവർക്ക് താൻ കാരണം ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതിയാണ് അവൾ ഭക്ഷണവും മരുന്നും കഴിച്ചത് തന്നെ. അപ്പോഴെല്ലാം അവളുടെ മനസ്സിലേക്ക് വന്നത് അർജുൻ്റെ വാക്കുകളായിരുന്നു. പിന്നീട് സെർവൻസ് അവൾക്ക് കുറേ പുതിയ ഡ്രസ്സുകൾ കൊടുത്തു. ലച്ചുവിൻ്റെ കാര്യമോർത്ത് അവൾക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. അർജുനോട് ഒരിക്കൽ കൂടി സംസാരിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. പക്ഷേ അവളായിട്ട് അവനെ കാണാൻ ചെല്ലുന്നതിന് മുൻപ് അവൻ അവളെ കാണാൻ ചെല്ലുകയും അവളോട് നാട്ടിലേക്ക് പോകാൻ പറയുകയും ചെയ്തു. പെട്ടെന്ന് അവൻ മനസ്സ് മാറ്റിയത് എന്താണെന്ന് അവൾ ഒന്ന് ആലോചിച്ചെങ്കിലും അവൻ നാട്ടിലേക്ക് പോകാൻ സമ്മതിച്ച ആശ്വാസത്തിൽ അവൾ ബാക്കിയുള്ള കാര്യമെല്ലാം മറന്നു. രാവിലെ തന്നെ അവൾ പോകാൻ റെഡിയായി നിന്നു. ഭദ്ര സ്വയം ഒന്ന് നോക്കി. ഒരു കടുന്നയിൽ അനാർക്കലിയാണ് അവളുടെ വേഷം. ആദ്യമായാണ് അവൾ ഇതുപോലെ ഒരു ഡ്രസ്സ് ധരിക്കുന്നത്. കൂടുതലും പാവാടയും ബ്ലൗസും, അതല്ലെങ്കിൽ അവളായി തയ്ച്ച സാധാ ചുരിദാർ. അതും 2 3 ചുരിദാറുള്ളൂ. അവസാനമായി ഒരു പുതിയ വസ്ത്രം ധരിച്ചത് സ്വന്തം ശരീരം വിൽക്കാൻ തുനിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ്. അതും രഘു നിർബന്ധപൂർവ്വം വാങ്ങിത്തന്നതാണ്. അന്നത്തെ രാത്രി ഓർക്കെ അവളൊന്ന് വിറച്ചുപോയി. ഇട്ടിരുന്ന ഡ്രസ്സിൽ മുറുകെ പിടിച്ചു. ഇനി മുതൽ അർജുനൊപ്പം അതുപോലുള്ള രാത്രികളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഓർക്കെ അവൾ തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്നു പോയി. എടുത്ത തീരുമാനം തെറ്റായിപ്പോയോ എന്ന് പലകുറി സ്വയം ചോദിച്ചു. കൃത്യമായ ഉത്തരം അവൾക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. മേഡം. ആലോചനയിൽ ആണ്ടിരുന്ന അവൾ പെട്ടെന്ന് ശബ്ദം കേട്ടത് മുറിയുടെ വാതിക്കലേക്ക് നോക്കി. അവളുടെ സെർവൻ്റായി ഷീല നിൽപ്പുണ്ടായിരുന്നു. സാർ വിളിക്കുന്നു. അവർ പറഞ്ഞതും ഭദ്ര പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ഷീലയുടെ പുറകെ ഹാളിലേക്ക് നടക്കുമ്പോൾ അവളുടെ നെഞ്ച് ദ്രുതഗതിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അർജുൻ തീരുമാനം മാറ്റുവോ അവളോട് നാട്ടിലേക്ക് പോകണ്ട എന്ന് പറയുവോ എന്നൊക്കെയുള്ള തോന്നലിൽ അവളിൽ ആദ്യം നിറഞ്ഞു. സാർ. ഷീലയുടെ സ്വരമാണ് അവളെ ചിന്തകളിൽ നിന്ന് മുക്തയാക്കിയത്. അവൾ തലയുയർത്തി നോക്കി. ഹാളിലെത്തിയിരുന്നു. ഫോണിൽ നോക്കി സോഫയിലിരുന്ന അർജുൻ ഷീലയുടെ വിളി കേട്ട് അവർക്ക് നേരെ നോക്കി. അവൻ്റെ നോട്ടം വേഗം അവരെ മറികടന്ന് ഭദ്രയിലേക്ക് എത്തിയിരുന്നു. അവൻ്റെ കണ്ണൊന്ന് വിടർന്നു. അവളുടെ വെളുത്ത ശരീരത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ചുരിദാർ അവൾക്ക് നന്നായി ചേരുമെന്ന് അവന് തോന്നി. അവളുടെ നീണ്ട ഇടതൂർന്ന മുടി കുളിപ്പിനാൽ കെട്ടി അഴിച്ചിട്ടിരിക്കുകയാണ്. മുഖത്ത് യാതൊരു ചമയങ്ങളുമില്ല. അവളുടെ നെറ്റിയിലായുള്ള ചെറിയ മുറിവിലേക്ക് അവൻ്റെ നോട്ടം ചെന്നു. അത് കരിനീലിച്ചിട്ടുണ്ട്. അവൻ്റെ നോട്ടം കണ്ടതും അവൾ വേഗം തല താഴ്ത്തി. അവൻ സെർവൻറ്റിനെ നോക്കി അകത്തേക്ക് പൊക്കോളാൻ പറഞ്ഞതും അവർ വേഗം തന്നെ അവിടുന്ന് പോയി. അവർ പോയതും അവൻ പണം അവൾക്ക് നേരെ നീട്ടി. മുൻപിലേക്ക് പണം നീണ്ടുവന്നതും അവൾ വേഗം തല ഉയർത്തി. നിൻ്റെ അഡ്വാൻസ്, അവൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തനിക്ക് തന്ന പൈസയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇത്രയും പൈസ? ഒരിക്കൽ കൂടി അത്രയും പൈസ വേണ്ട എന്ന് പറയാൻ അവൾ ഒരുങ്ങിയെങ്കിലും അർജുൻ്റെ രൂക്ഷമായ നോട്ടം കാണെ അവൾ പറയാൻ വന്നത് നിർത്തി ആ പൈസയിൽ പിടിച്ചു. ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്, അവൻ പല്ലിറമിക്കൊണ്ട് പറഞ്ഞ് പൈസയിൽ നിന്ന് കൈയെടുത്തു. അവൾ പൈസ 2 കൈ കൊണ്ടും പിടിച്ച് തല താഴ്ത്തി. ടോണി, ഇവിളെയും കൊണ്ട് പൊക്കോ, അർജുൻ ഭദ്രയെ നോക്കിക്കൊണ്ട് തന്നെ ആ ഹാളിൽ നിന്നിരുന്ന ടോണിയോട് പറഞ്ഞു. ഭദ്ര അവൻ പറയുന്നത് കേട്ട് പെട്ടെന്ന് അവനെയും പിന്നെ കണ്ണുകൾ ചുറ്റുമൊന്നോടിച്ച് ടോണിയെ നോക്കി. ഇവൾക്ക് എവിടേക്ക് പോകണോ അവിടേക്ക് പൊക്കോട്ടെ, പക്ഷെ നീ കൂടെ ഉണ്ടാകണം. ഒരിടത്ത് പോലും ഇവളെ തനിയെ വിടരുത്. ഇവൾ എവിടേക്ക് തിരിഞ്ഞാലും നീ കൂടെ ഉണ്ടാകണം, അർജുൻ ഭദ്രയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി തന്നെ പറഞ്ഞു. യെസ് സാർ, ടോണി അനുസരണയോടെ പറഞ്ഞു. ഞാൻ തനിയെ, നീ ഒരിടത്തും തനിയെ പോകുന്നില്ല, അവൾ പറഞ്ഞു വന്നതും അർജുൻ്റെ സ്വരം അവിടെ മുഴങ്ങി. ഭദ്ര പരിമിതത്തോടെ അവനെ നോക്കി. പ്ലീസ്, ഞാൻ തനിയെ പൊക്കോളാം. പോയിട്ട് നിന്നോട് ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞു. അതേപ്പറ്റിയൊരു സംസാരം വേണ്ട. നീ ഇവിടുന്ന് തനിയെ എവിടേക്കും പോകില്ല. നിന്നെ നാട്ടിലേക്ക് വിടുന്നതിനോട് തന്നെ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ പോകാൻ സമ്മതിച്ചപ്പോൾ തിരിച്ചിങ്ങോട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നിന്നാൽ നിന്നെ എവിടേക്കും വിടുന്നില്ല എന്ന് ഞാനങ്ങ് തീരുമാനിക്കും. എന്താ, അത് വേണോ? അവൻ അവൾക്ക് നേരെ 2 അടി വെച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക്. ശരി, നീ നാട്ടിലേക്ക് പോകണ്ട, അവൾ വീണ്ടും അവനോട് പറഞ്ഞു വന്നതും അവനിടയ്ക്ക് അവളെ നോക്കി പറഞ്ഞു. അവളുടെ കണ്ണു മിഴിഞ്ഞു. പിന്നെ അത് നിറഞ്ഞു. സാർ പറയുന്നത് പോലെ പൊക്കോളാം, എനിക്ക് നാട്ടിലേക്ക് പോകണം പ്ലീസ്, അവൾ കണ്ണു നിറഞ്ഞ് അവനെ നോക്കി അപേക്ഷയോടെ പറഞ്ഞു.
അർജുനൊന്ന് പുച്ഛത്തോടെ മുഖം കുട്ടി. ടോണി, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇവളെ എവിടേക്കും തനിയെ വിടരുത്. കൂടെ തന്നെ നീ ഉണ്ടാകണം. പഠിച്ച കള്ളിയാണ് ഇവൾ. നിന്നെ പരിച്ച് എവിടേക്കെങ്കിലും മുങ്ങാൻ നോക്കിയെന്നിരിക്കും. അർജുൻ ടോണിയെ നോക്കി പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം സാർ. ടോണി അവനെ നോക്കി ഉറപ്പ് നൽകി. ഇന്ന് രാത്രി 8-ന് മുൻപ് ഇവളെയും കൊണ്ട് നീ ഇവിടെ തിരിച്ചു വന്നിരിക്കണം. അർജുൻ ഒന്നുകൂടെ ടോണിയെ നോക്കി പറഞ്ഞു. ഭദ്ര ഞെട്ടലോടെ അവനെ നോക്കി. പിന്നെ അവൾ വെപ്രാളത്തോടെ ചുറ്റുമൊന്നും നോക്കി. ഒരു വോൾ ക്ലോക്കിൽ അവളുടെ നോട്ടം എത്തി നിന്നു. 9 മണി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് പോകാം, അവൾ പെട്ടെന്ന് ടോണിയെ നോക്കി പറഞ്ഞു. അർജുൻ അവളെ നോക്കി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിനക്ക്? എന്നെ പറ്റിച്ച് മുങ്ങാൻ വല്ലതും തീരുമാനിച്ചാൽ നിന്നെ ഞാനങ്ങ് വിടും. എന്നിട്ട് നിൻ്റെ അനിയത്തെ ഞാനങ്ങ് പൊക്കും. അർജുൻ ഭദ്രയ്ക്കരികിലേക്ക് കുറച്ചുകൂടി അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. അവൾ ഭയത്തോടെ അവനെ നോക്കി. അർജുൻ അവളെ ഒരിക്കൽ കൂടി അടിമുടിയൊന്ന് നോക്കി അവളിൽ നിന്ന് വിട്ടു നിന്നു. ടോണി. അർജുൻ ടോണിയെ ഒന്ന് വിളിച്ചതും ടോണി അതിൻ്റെ അർത്ഥം മനസ്സിലായതും ഭദ്രയെ ഒന്ന് നോക്കി. എന്നപ്പം വരൂ, ടോണി ഭദ്രയെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് നടന്നു. ഭദ്ര അർജുനെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി ടോണിക്ക് പുറകെ വെപ്രാളത്തിൽ പോകാൻ തുനിഞ്ഞു. അർജുൻ്റെ അരികിലൂടെ നടന്നതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ പിടച്ചിലോടെ അവനെ നോക്കി. കണ്ടവന്മാരുടെ അടുത്തെങ്ങാനും നീ ചെന്നു ഞാൻ അറിഞ്ഞാൽ. അവൻ്റെ മുഖം വന്യമായി. അവൾ അവനെ നോക്കി പേടിയോടെ ഉമിനീറിറക്കി. അവൻ കയ്യിൽ നിന്ന് പിടിവിട്ടതും അവൾ വേഗം പുറത്തേക്ക് പാഞ്ഞു. അവൾ പുറത്തേക്ക് എത്തിയതും ഒരു ഹുണ്ടായി ക്രെറ്റ കാർ മുറ്റത്ത് റെഡിയായിരുന്നു. ടോണി അവളെ കണ്ടതും പുറകിലെ ഡോർ തുറന്നു കൊടുത്തു. അവൾ വെപ്രാളത്തോടെ വേഗം അതിലേക്ക് കയറിയിരുന്നു. ടോണി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ടാക്കി. മധുര പുറത്തേക്കൊന്ന് നോക്കി. അവളെ നോക്കി അർജുൻ സിറ്റൗട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അവൾ വേഗം തല താഴ്ത്തിയിരുന്നു. ഇവിടുന്ന്? ടോണിയുടെ സ്വരം കേട്ടതും അവൾ ഓർമ്മകൾ മാറ്റി നിർത്തി പുറത്തേക്ക് നോക്കി. മാമൻ്റെ വീടിൻ്റെ അടുത്തെത്തിയെന്ന് അവൾക്ക് മനസ്സിലായി. അവളിൽ വല്ലാത്ത ആദി നിറഞ്ഞു. എങ്ങോട്ടാണ് ഇനി? ടോണി അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് ഒരിക്കൽ കൂടി ചോദിച്ചു. അത് ഈ വണ്ടി ഒന്ന് നിർത്തുവോ? അവൾ അവനെ നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. ടോണി വേഗം റോഡിന് സൈഡിലേക്ക് വണ്ടി ഒതുക്കി. അത് പിന്നെ ഞാൻ തനിയെ പൊക്കോളാം, അവൾ അവനെ നോക്കാതെ പതിയെ പറഞ്ഞു. അവൻ എടുത്തടിച്ച് നടക്കില്ല. പ്ലീസ്, ഞാൻ പോകാൻ പോകുന്നത് എൻ്റെ മാമൻ്റെ അടുത്തേക്കാണ്. അവിടേക്ക് നിങ്ങളെയും കൊണ്ട് പോയാൽ അവർ എന്ത് കരുതും? പ്ലീസ്, ഞാൻ എവിടേക്കും ഓടിപ്പോകില്ല. സത്യമായിട്ടും എൻ്റെ അനിയത്തിയും കൂട്ടി പെട്ടെന്ന് ഞാൻ തിരികെ വരാം, അവൾ അവളുടെ ഭാഗം അവനെ നോക്കി പറഞ്ഞു. പറ്റില്ല, സാറിൻ്റെ സ്ട്രിക്റ്റ് ഓർഡർ ഉള്ളതാണ് നിന്നെ എവിടേക്കും ഒറ്റയ്ക്ക് വിടരുതെന്ന്. ടോണി അവളുടെ അപേക്ഷ കണ്ടില്ലെന്ന് നടിച്ച് അവളോടായി പറഞ്ഞു. പ്ലീസ്, ഞാൻ എവിടേക്കും പോകില്ല. ഞാൻ നിങ്ങളുടെ കൂടെ അവിടെ കയറി ചെന്നാൽ എന്നോട് 100 കൂട്ടം ചോദ്യം ചോദിക്കും. കൂടാതെ നിങ്ങളെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. പറയുന്നത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഞാൻ എവിടേക്കെങ്കിലും ഓടിപ്പോകുമെന്ന് കരുതിയാണ് അർജുൻ സാർ എന്നെ നോക്കണം, എന്നെ തനിച്ച് എവിടെയും വിടരുതെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ ഓടിപ്പോകില്ല. ഞാൻ എൻ്റെ അനിയത്തിയെ വിളിക്കാനാണ് പോകുന്നത്. അവളെ വിളിച്ച് ഞാൻ നേരെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നോളാം, പ്ലീസ്, അവൾ അയാളെ നോക്കി കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. അവനൊന്ന് നെറ്റിച്ചുളിച്ചു. ഞാൻ സാറിനെ ഒന്ന് വിളിച്ചു ചോദിക്കാം, അവനെന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞുകൊണ്ട് ഫോൺ കയ്യിലെടുത്തു. അയ്യോ, സാറിനെ വിളിക്കരുത് സാറേ. വിളിച്ചു ചോദിച്ചാൽ എന്നെ തനിയെ വിടരുതെന്നും ഒന്നിനും നിൽക്കാതെ തിരിച്ച് ചെല്ലാനുമേ സാർ പറയൂ. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് സാർ ഒന്ന് കേൾക്കണം. അവൻ അർജുനെ വിളിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് അവൾ വെപ്രാളത്തോടെ പറഞ്ഞു. എനിക്ക് സാറിൻ്റെ ഓർഡർ അനുസരിക്കാനേ പറ്റൂ, ടോണി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഭദ്ര കഷ്ടത്തിലായതുപോലെ 2 കൈ കൊണ്ട് മുഖം പൊത്തിയിരുന്നു പോയി. സാർ, ഇപ്പോൾ തന്നെ സമയം വൈകി. രാത്രി 8 ആകുന്നതിന് മുമ്പ് അർജുൻ സാറിൻ്റെ അടുത്ത് ചെല്ലണമെന്നല്ലേ സാർ പറഞ്ഞത്? എനിക്ക് എൻ്റെ അനിയത്തിയെ കൂട്ടിക്കൊണ്ട് വരണം. അവൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ പോയി TC വാങ്ങണം. പുതിയൊരു സ്കൂളിൽ അവൾക്ക് അഡ്മിഷൻ എടുത്ത് അവളെ ഹോസ്റ്റലിലും ചേർക്കണം. പ്ലീസ് സാർ, അവൾ ആ മുഖം പൊത്തിയിരുന്ന് തന്നെ പറഞ്ഞു. പിന്നെ എന്തോ ആലോചിച്ചതുപോലെ കയ്യിൽ കരുതിയ പണമെടുത്ത് അവനെ നേർക്ക് നീട്ടി. എന്താ, കൈക്കൂലി നൽകുവാണോ? ടോണി ഗൗരവത്തിൽ ചോദിച്ചു. ഇത് അർജുൻ സാർ എനിക്ക് ആവശ്യത്തിന് തന്നതാണ്. ഇതില്ലെങ്കിൽ എൻ്റെ ഒരു കാര്യവും നടക്കില്ല. ഇത് സാർ കയ്യിൽ വെച്ചോ. ഞാൻ എൻ്റെ അനിയത്തെ കൂട്ടി ഇവിടേക്ക് തന്നെ വരുമ്പോൾ തന്നാൽ മതി. പിന്നെ അവളുടെ ആവശ്യത്തിനുള്ള പണം കഴിഞ്ഞുള്ള ബാക്കി പണം മുഴുവൻ സാർ എടുത്തു, ഭദ്ര അവസാന ശ്രമം എന്ന പോലെ ടോണിയോട് പറഞ്ഞു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു. അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അവളിലെ നിസ്സഹായാവസ്ഥ അവളുടെ മുഖത്തു നിന്ന് തന്നെ അവന് വായിച്ചറിയാമായിരുന്നു. അവളെ കണ്ടിട്ടും സംസാരം കേട്ടിട്ടും അവളൊരു പറ്റിപ്പുകാരിയാണെന്ന് അവന് തോന്നിയില്ല. അവനൊന്ന് ആലോചിച്ച് അവനൊന്ന് ദീർഘനിശ്വാസം എടുത്തു. ശരി, തനിയെ പൊക്കോളൂ. പക്ഷേ വെറും 10 മിനിറ്റ് മാത്രമേ നിനക്ക് ഞാൻ തരൂ. അതിനുള്ളിൽ തിരികെ വന്നില്ല എങ്കിൽ ഞാൻ വീട്ടിലേക്ക് കയറി വരും, അവൻ അവളെ നോക്കി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. അത് കേൾക്കി അവളുടെ മുഖമൊന്ന് തെളിഞ്ഞു. ഞാൻ പെട്ടെന്ന് വരാം. അവൾ കയ്യിലിരുന്ന പൈസ അവനെ നോക്കി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഡോർ തുറക്കാനെന്ന വണ്ണം ഡോറിലേക്ക് നോക്കി. അതെവിടെ പിടിച്ചാൽ തുറക്കുക എന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇതെങ്ങനെ തുറക്കുന്നത്? ഭദ്ര ടോണിയെ നോക്കി ചോദിച്ചു. അവൻ അവളെ ഒന്ന് അമ്പരപ്പോടെ നോക്കി.
പിന്നെ അവൻ ഒരിടത്ത് ചൂണ്ടി അത് വലിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞതനുസരിച്ച് ചെയ്ത് അവൾ വേഗം ഡോർ തുറന്നു. ടോണി ഒന്ന് നോക്കി അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഡോർ വളരെ പതിയെ അടച്ചു. ശേഷം റോഡിൻ്റെ സൈഡ് ചേർന്ന് അവൾ മുന്നോട്ട് നടന്നു. ടോണി അവളെ കാറിൽ ഇരുന്ന് തന്നെ നിരീക്ഷിച്ചു. അവൾ അല്പം മുൻപോട്ട് നടന്ന് പിന്നെ ഒരു ഇടവഴി കയറി പോകുന്നത് അവൻ കണ്ടു. അവളെ ഒറ്റയ്ക്ക് വിടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ പതിയെ കാറിൽ നിന്നിറങ്ങി അവളിൽ നിന്ന് അല്പം വിട്ടകന്ന് അവൾക്ക് പുറകെ ചെന്നു. അവിടെ ഒരു വീടും മുറ്റത്തേക്ക് കയറി ചെല്ലുന്നത് കണ്ടതും അവൻ നടത്തം നിർത്തി അവിടെ തന്നെ നിന്നു. ഭദ്രയ്ക്കുള്ളിൽ ആദ്യം നിറഞ്ഞിരുന്നു. ഇത്രയും ദിവസം താൻ എവിടെയായിരുന്നു എന്ന് വല്ലതും രാജേഷോ സുമയോ ചോദിക്കുകയോ അവളുടെ ബാഗും മറ്റും എന്തി എന്ന് ചോദിക്കുകയോ ചെയ്താൽ എന്ത് മറുപടി കൊടുക്കുമെന്ന് അവൾക്ക് തന്നെ ധാരണയുണ്ടായിരുന്നില്ല. അവർക്ക് മുൻപിൽ നിർത്താനുള്ള കള്ളങ്ങൾ മനസ്സിൽ ആലോചിച്ചു കൂട്ടിയാണ് അവൾ രാജേഷിൻ്റെ വീട്ടുമുറ്റത്തേക്ക് കയറി ചെന്നത്. അവൾ ആ വീട് നോക്കിയൊന്ന് ശ്വാസമൊന്ന് എടുത്തു വിട്ട് മുഖവും കണ്ണുമൊക്കെ ചുരിദാറിൻ്റെ ഷാൾ കൊണ്ടൊന്ന് തുടച്ചു. പിന്നെ ഒരു പുഞ്ചിരി മുഖത്തണിഞ്ഞ് അവൾ വീട്ടിലേക്ക് കയറാനൊരുങ്ങി. നിൽക്കടി ഒരുമട്ടവളെ അവിടെ. അവൾ വീടിൻ്റെ പടിയിലേക്ക് കാൽ ചവിട്ടാനൊരുങ്ങിയതും അകത്തു നിന്ന് സുമയുടെ അലർച്ച അവിടെ മുഴങ്ങി. ഭദ്ര ഞെട്ടലോടെ കാൽ പിൻവലിച്ച് മുന്നോട്ട് നോക്കി.